നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ ഹിലാലിന്റെ വിജയക്കുതിപ്പ് അവസാനിച്ചിരിക്കുന്നു. തുടർച്ചയായ 34 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് റെക്കോർഡിട്ട അവർ AFC ചാമ്പ്യൻസ് ലീഗിൽ അലൈൻ FC പരാജയപ്പെട്ടിരിക്കുന്നു. 4-2 ആദ്യപാദ സെമിഫൈനൽ മത്സരത്തിൽ അലൈന് ഇപ്പോൾ അൽ ഹിലാലിനെ തോൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, AFC ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അൽ നസറിനെ പരാജയപ്പെടുത്തി മുന്നോട്ട് വന്ന ടീമാണ് അലൈൻ. അവരിപ്പോൾ മറ്റൊരു സൗദി വമ്പന്മാർക്ക് കൂടി പണി കൊടുക്കുന്നതിന്റെ വക്കീലാണ്. ആദ്യപാദം 4-2 വിജയം അലൈനിൽ വെച്ചിട്ട് നടന്ന മത്സരമാണ്. രണ്ടാം പാദം റിയാദിൽ വെച്ച് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. മത്സരത്തിൽ അൽ ഹിലാലിന് വേണ്ടിയിട്ട് മാൽക്കമും സലേം അൽ ദൗസാരിയും ഗോൾ അടിച്ചെങ്കിലും മറുഭാഗത്ത് റഹീമിയുടെ ഹാട്രിക്കും ഒപ്പം റൊമേറോയുടെ ഒരു ഗോൾ, അങ്ങനെ 4-2 അലൈൻ വിജയിച്ചത്. 3 പെനാൽറ്റി ഗോളുകൾ പിറന്നു എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. മത്സരത്തിൽ അൽ ഹിലാലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അൽ അംദാൻ, അതുപോലെ സലേം അൽ ദൗസാരി, മാൽക്കം, മൈക്കൽ ഡെൽഗാഡോ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് റഹീമിയും റൊമേറോയും ചേർന്നുകൊണ്ട് അലൈൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ 6ാമത്തെ മിനിറ്റിൽ തന്നെ റഹീമിയിലൂടെ അലൈൻ ലീഡെടുത്തു. തുടർന്ന് 26ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് അദ്ദേഹം അലൈൻ്റെ ലീഡ് വർദ്ധിപ്പിച്ചു. 38ാമത്തെ മിനിറ്റിൽ അടുത്ത പെനാൽറ്റി കൂടി ഗോളാക്കിക്കൊണ്ട് അദ്ദേഹം തന്റെ ഹാട്രിക്ക് പൂർത്തിയാക്കി. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അലൈൻ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 49ാമത്തെ മിനിറ്റിൽ മാൽക്കമിലൂടെ ഒരു ഗോൾ അൽ ഹിലാൽ മടക്കിയെങ്കിലും 56ാമത്തെ മിനിറ്റിൽ വീണ്ടും പെനാൽറ്റി. ഇത്തവണ പെനാൽറ്റി എടുത്തത് റൊമേറോ. അദ്ദേഹവും പന്ത് വലയിലേക്ക് എത്തിച്ചതോടെ 4-1 അപരാജിത ലീഡിലേക്ക് അലൈൻ കടന്നുപോയി. പിന്നീട് സലേം അൽ ദൗസാരി 78ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ മടക്കിയെങ്കിലും 4-2 തോൽവിയായിരുന്നു അൽ ഹിലാലിന് ഫലം. എന്തായാലും രണ്ടാം പാദ മത്സരത്തിൽ റിയാദിൽ വെച്ച് അൽ ഹിലാൽ തിരിച്ചടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.